ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒരേപോലെ കഴിക്കാൻ പറ്റിയ പുറംഭാഗം നല്ല മുരിഞ്ഞതും ഉള്ളിൽ മസാല നിറഞ്ഞതുമായ ഈ ആലു കച്ചോരി വളരെ എളുപ്പത്തിലും ഹെൽത്തിയായും എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അതിന് ഞാൻ ആദ്യം കഴുകി വൃത്തിയാക്കിയ 3 ഉരുളക്കിഴങ്ങ് ഇവിടെ എടുത്തിട്ടുണ്ട്. കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഉരുളക്കിഴങ്ങിന്റെ 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിന് മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാനായി ഞാനിവിടെ 2.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം മൈദ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി മാവിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അയമോദകം ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. മാവൊക്കെ ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ഫില്ലിങ്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ മസാല റെഡിയാക്കി എടുക്കാനായി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ചെറുതായി ചോപ്പ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഒരു സവാള ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം ഇവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതേ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ഇതുവരെ ചേർത്തില്ലായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇനി ആ കടലമാവിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഏകദേശം ഒരു 2 മിനിറ്റ് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇത് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒനിയൻ ഇട്ട് നന്നായിട്ട് എല്ലാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മളിത് ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള ചീസ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതേപോലെ കുറേശ്ശെ എടുത്ത് ഓരോ ചെറിയ ബോൾസ് ആക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. എല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മളെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ചെടുത്ത് ഇതേപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കാം. ബോൾസ് ആക്കി എടുത്തതിന് ശേഷം സൈഡൊക്കെ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ ഒന്ന് പരത്തിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ബോൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് വെച്ച് കൊടുക്കാം. ചീസൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഓപ്ഷണലാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഉള്ളിലേക്ക്. അതിനുശേഷം സൈഡൊക്കെ ഇതേപോലെ ഒന്ന് മാവ് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം ഒന്ന് സൈഡൊക്കെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള മാവ് ഇതേപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് കൈവച്ചൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പം നമ്മളിത് ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഒരു സൈഡിൽ നമ്മൾ കൈവച്ച് മെല്ലെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. കൈവച്ച് തന്നെ ഇതേപോലെ പ്രസ് ചെയ്ത് വേണം പരത്തിയെടുക്കാനായിട്ട്. പതുക്കെ വേണം, മെല്ലെ പതുക്കെ വേണം ചെയ്യാനായിട്ട്. ഒരുപാട് ബലം കൊടുത്ത് പ്രസ് ചെയ്യരുത്, സൈഡൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ബാക്കിയെല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഒരു സൈഡിൽ നിന്ന് ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ 2 സൈഡും ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മളെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനുള്ളിൽ ചീസൊക്കെ ഉരുകി വരുന്ന കണ്ടോ? കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? ശരിക്കും അടിപൊളി ടേസ്റ്റാണ് ഈ ചീസി കച്ചോരിക്ക്. ചീസിൻ്റെ ഒരു ക്രീമി ടേസ്റ്റും ചട്നിയുടെ ആ എരിവും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന രുചി പറഞ്ഞറിയിക്കാൻ വയ്യ. അടിപൊളി ടേസ്റ്റാണ്. ഇത് കഴിച്ചു തുടങ്ങി നമ്മൾ അറിയാതെ തന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ ചീസി കച്ചോരി. നിങ്ങൾ എല്ലാവരും ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ,
കൂടാതെ ഇതേപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.